ഹായ്, എല്ലാവരും ഓക്കെ അല്ലേ? നമ്മൾ പുതിയ ചാപ്റ്ററിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ. എന്താണ് ലോസ് ഓഫ് മോഷൻ? അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിൽ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ചുകൂടി ന്യൂമറിക്കൽസ് ഇതിലേക്ക് വരും. അപ്പോൾ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ, ഇതിൽ മെയിനായിട്ട് ന്യൂട്ടൻ്റെ 3 ലോസ്, പിന്നെ നമ്മൾ മെക്കാനിക്സുമായി ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, ഇനേർഷ്യ ഫസ്റ്റ് ലോ, അങ്ങനത്തെ കാര്യങ്ങൾ ആദ്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നോക്കിയ ഫസ്റ്റ് റോമൻ ലെറ്റർ, നമ്മളെ ഫസ്റ്റ് മെയിൻ ഹെഡിങ് ന്യൂട്ടൻസ് ഫസ്റ്റ് ലോ. അതായത് ആദ്യം കുറേ മുന്നേ, അത് BC-യിലാണ്, അരിസ്റ്റോട്ടിലിൻ്റെ ഒരു കൺസെപ്റ്റ് എന്തായെന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിൽ പോകാൻ ഒരു ഫോഴ്സ് വേണമെന്നായിരുന്നു. എന്താണ്? എ ഫോഴ്സ് ഈസ് റിക്വയർഡ് ഫോർ യൂണിഫോം മോഷൻ എന്നായിരുന്നു അരിസ്റ്റോട്ടിലിൻ്റെ കൺസെപ്റ്റ്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ അത് ശരിയാണെന്ന് നമുക്കും തോന്നും. നോക്കിയേ, ഒരു കാറ് 60 km/h ഇങ്ങനെ പോകണം. എത്രയാണ്? 60 km. ഒരു യൂണിഫോം മോഷനിൽ സ്ട്രെയിറ്റ് ലൈനിലൂടെ ഇങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ ഫോഴ്സ് വേണോ വേണ്ടേ? നിങ്ങൾ ആലോചിച്ചേ. ഒരു കാറ് 60 km/h യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോഴ്സ് വേണോ വേണ്ടേ? അപ്പോൾ നമ്മൾ അരിസ്റ്റോട്ടിലിൻ്റെ കൺസെപ്റ്റ് വേണമെന്നാണ്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ശരിയാണ് എന്നാണ്. കാരണം എന്താ? നമ്മളെ കാല് എവിടെ ഉണ്ടാവും? ആക്സിലേറ്റർ ഉണ്ടാവും. ആക്സിലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഉണ്ട്. നമ്മൾ കാല് ആക്സിലേറ്ററിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലോ പിന്നെ ഫോഴ്സ് ഇല്ല, ആക്സിലേഷൻ ഇല്ല, ഫോഴ്സ് ഇല്ല, കാറ് കുറച്ച് പോയി സ്റ്റോപ്പ് ആവും. അപ്പോൾ യൂണിഫോം മോഷനിൽ നിന്ന് മാറി. അപ്പോൾ യൂണിഫോം മോഷനിൽ പോകണമെങ്കിൽ നമ്മളെ കാല് എവിടെ നമ്മൾ പ്രസ് ചെയ്യണം? ആക്സിലേറ്ററിൽ പ്രസ് ചെയ്യണം. ആക്സിലേഷൻ വേണം, ഫോഴ്സ് വേണം. അതാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. ബട്ട് ഗലീലിയോ, നമ്മളെ മോഡേൺ കൺസെപ്റ്റ് എന്താ വെച്ചാൽ യൂണിഫോം മോഷനിൽ പോകാൻ എന്ത് വേണ്ട? ഫോഴ്സ് വേണ്ട എന്നാണ്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതായിട്ട് അവിടെ ഒരു ക്രാഷ് വരുന്നുണ്ട്. എങ്ങനെയാണ് അപ്പോൾ അത് സോൾവ് ചെയ്യുക? നേരത്തെ പറഞ്ഞ കേസ്, നമ്മൾ കാറിന് എങ്ങനെ യൂണിഫോം മോഷനിൽ പോകാൻ നമ്മൾ ഫോഴ്സ് കൊടുക്കണില്ലേ? അപ്പോൾ അതെങ്ങനെയാണ് അതുമായിട്ട് സൂട്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താണ് അവിടുത്തെ ക്രൈസിസ് നോക്കിയാൽ. വൺസ് അഗൈൻ ഞാൻ ഒരു വട്ടം കൂടി അത് പറയേണ്ടത് ശ്രദ്ധിക്കുക. യൂണിഫോം മോഷനിൽ ട്രാവൽ ചെയ്യാൻ ഫോഴ്സ് വേണം. ഗലീലിയോ പറഞ്ഞു, അരിസ്റ്റോട്ടിൽ പറഞ്ഞു. അതേ ഐഡിയയാണ് നേരത്തെ ഞാൻ പങ്കുവെച്ചത്. എന്താണ്? നമ്മൾ കാറിൽ ആക്സലേഷൻ കൊടുത്തു മീൻസ് ഫോഴ്സ് കൊടുത്തു, എൻജിൻ ഫോഴ്സ് ഉണ്ടാക്കുന്നുണ്ട്, അപ്പോഴേ നമുക്കൊരു സ്പീഡിൽ പോകാൻ പറ്റുന്നുള്ളൂ. ബട്ട് മോഡേൺ കൺസെപ്റ്റും നമ്മൾ ഫസ്റ്റിലൊക്കെ പറഞ്ഞത് എന്താണ്? ഫോഴ്സ് വേണ്ട എന്നാണ് യൂണിഫോം മോഷനിൽ പോകാൻ. അപ്പോൾ അത് അവിടുത്തെ ഒരു ഇഷ്യൂ എന്താ പറയുക, നമ്മൾക്ക് ഇതാണ് ഇപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത്, ഫോഴ്സ് വേണ്ടാന്ന് തന്നെയാണ്. ബട്ട് അവിടെ ഒരു സംഭവം ഉണ്ട്. എന്താണ്? കാറിന് വേറൊരു സംഭവം ഉണ്ട്. യൂണിഫോം മോഷനിൽ പോകുമ്പോൾ നെറ്റ് ഫോഴ്സ് 0 തന്നെയാണ്. കാരണം നമ്മൾ എൻജിൻ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അതേപോലെ എയറിൻ്റെ ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നെറ്റ് ഫോഴ്സ് എന്തായി? ഒന്ന് ഫോർവേഡ്, ഒന്ന് ബാക്ക്വേർഡാണ്. എൻജിൻ്റെ ഫോഴ്സ് ഫോർവേഡ്, എയറിൻ്റെ റെസിസ്റ്റൻസ്, ഫ്രിക്ഷന്, സാധനം അതൊക്കെ എന്താണ്? ബാക്കിലേക്കും റിവേഴ്സായി. അപ്പോൾ നെറ്റ് ഫോഴ്സ് എത്രയാണ്? 0 ആണ്. അപ്പോൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് ശരിയാണ്. ഫോഴ്സ് 0 ആണ് അവിടെ, നെറ്റ് ഫോഴ്സ് 0 ആണ്. യൂണിഫോം മോഷനിലാണ് പോണത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? യൂണിഫോം മോഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാർ നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവാൻ കാരണം എന്താണ്? നമ്മളിപ്പോൾ അവിടെ ഫോഴ്സ് ഇല്ല നമ്മൾ വിചാരിക്കണം. ആക്ച്വലി അവിടെ ഫോഴ്സ് ഉണ്ട്, എയറിൻ്റെ റെസിസ്റ്റൻസ് അവിടെ അപ്പോഴും ഉണ്ട്. അതെന്ത് ചെയ്യും? ഇതിൻ്റെ മോഷൻ എന്ത് ചെയ്യും? തടസ്സപ്പെടുത്തും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഐഡിയ മനസ്സിലായില്ല. അപ്പോൾ അരിസ്റ്റോട്ടിലിൻ്റെ കൺസെപ്റ്റ് അല്ല ഇപ്പോൾ നമ്മൾ വെച്ച് പുലർത്തുന്നത്. ഇപ്പോൾ എന്താണ് ഗലീലിയോ പറഞ്ഞ നമ്മൾ മോഡേൺ കൺസെപ്റ്റ്? എന്താണ്? നോ ഫോഴ്സ് ഈസ് റിക്വയർഡ് ഫോർ യൂണിഫോം മോഷൻ. എന്താണ്? No force is required for യൂണിഫോം മോഷൻ. മനസ്സിലാണോ? യൂണിഫോം മോഷനിൽ പോകാൻ ഫോഴ്സ് വേണ്ട. അതാണ് നമ്മൾ പുതിയ കൺസെപ്റ്റ്. ഇതന്നെയാണ് ഒന്ന് മോഡിഫൈ ചെയ്താണ് നമ്മൾ ഫസ്റ്റിലും ആയിട്ട് പറയണത്. ഇനി ഫിസിക്സിൽ 2 കാര്യങ്ങൾ സെയിം ആണ്. റെസ്റ്റ്, യൂണിഫോം മോഷൻ രണ്ടും സെയിം ആണ്. മെക്കാനിക്സ് നമുക്ക് ഒരു ഒബ്ജക്റ്റ് വെറുതെ എങ്ങനെ നിൽക്കുന്നു, ഒരേ സ്പീഡ് പോകുന്നു, ഇത് രണ്ടും ഒരു കാര്യത്തിൽ സെയിം ആണ്. എന്താ വെച്ചാൽ 2 കേസിലും ഫോഴ്സ് ഇല്ല. റെസ്റ്റിൽ നിൽക്കുകയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. യൂണിഫോം മോഷനിൽ പോവുകയാണെങ്കിലും നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇൻഡിവിജ്വൽ ഫോഴ്സസ് ഉണ്ടാകും. നമ്മൾ നേരത്തെ കാറിൻ്റെ എൻജിൻ ഫോർവേഡ് ഫോഴ്സ് കൊടുക്കുന്നു, എയർ റെസിസ്റ്റൻസ് ബാക്ക്വേർഡ് ഫോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ അത് സെപ്പറേറ്റ് ഫോഴ്സസ് ഉണ്ട്. ബട്ട് നെറ്റ് ഫോഴ്സ് എന്താണ്? 0 ആണ്. അപ്പോൾ റെസ്റ്റ് ആണെങ്കിലും യൂണിഫോം മോഷൻ ആണെങ്കിലും മെക്കാനിക്സിൽ ഒരുപോലെയാണ്. 2 കേസിലും എന്തില്ല? ഫോഴ്സ് ഇല്ല. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഇനേർഷ്യ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരാം. എന്താണ് ഇനേർഷ്യ?
ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ എവിടെയൊക്കെ മാസ് വരുന്നുണ്ടോ അതൊക്കെ മെയിനായിട്ട് ഇനേർഷ്യൻ്റെ കളിയാണ്. എന്താണ് ഇനേർഷ്യ? അതായത് ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ നിൽക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്, മോഷനിലാണെങ്കിൽ മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. നമ്മൾ പ്രകൃതിയുടെ നിയമമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. റെസ്റ്റ് ഉള്ളത് റെസ്റ്റിൽ തന്നെ നിൽക്കും, മൂവ് ചെയ്യണത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. യൂണിഫോം മോഷൻ ഉള്ളത് അതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യും, റെസ്റ്റ് ഉള്ളത് റെസ്റ്റിലും കണ്ടിന്യൂ ചെയ്യും. പ്രകൃതിയുടെ ഒരു നിയമമാണ്. ഇതിന് മാറ്റം വരുത്താൻ നമ്മൾ കൊടുക്കുന്ന സാധനത്തിൻ്റെ പേരാണ് ഫോഴ്സ്. അപ്പോൾ എന്താണ് ഫോഴ്സ്? ഇനേർഷ്യക്ക് മാറ്റം വരുത്താൻ നമ്മൾ എന്ത് കൊടുക്കണം? ഇനേർഷ്യക്ക് മാറ്റം വരുത്തി നമ്മൾ എന്താണോ കൊടുക്കണം അതാണ് ഫോഴ്സ്. എന്ന് വെച്ചാൽ ഫോഴ്സ് കൊടുത്താലേ റെസ്റ്റ് ഉള്ളത് മോഷനിലേക്ക് മാറുള്ളൂ, മോശം ഉള്ളത് റെസ്റ്റിലേക്ക് മാറുള്ളൂ, താനെ നടക്കൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഒന്നും കൂടി പറഞ്ഞേ? എന്താണ് ഇനേർഷ്യ? ഇനബിലിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ്. അതായത് ഒരു ഒബ്ജക്റ്റിന് സ്വന്തം അതിൻ്റെ സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റൂല. അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇനേർഷ്യ. അപ്പോൾ എന്താണ് ഇനേർഷ്യ? ഇനബിലിറ്റി, കഴിവില്ലായ്മയാണത്. എന്തുള്ള കഴിവില്ലായ്മയാണ്? ഇനബിലിറ്റി ടു ചേഞ്ച് സ്റ്റേറ്റ്, സ്റ്റേറ്റ് മാറ്റാനുള്ള കഴിവില്ലായ്മ. ഓക്കെ ആണോ? അപ്പോൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഉണ്ട്, ഇനി ഇനേർഷ്യ ഓഫ് മോഷൻ ഉണ്ട്, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ ഉണ്ട്. സിമ്പിളാണ്. എന്തായിരിക്കും ഇനേർഷ്യ ഓഫ് റെസ്റ്റ്? ഒബ്ജക്റ്റ് ഇപ്പോൾ റെസ്റ്റിലാണ്, അത് റെസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യും, സ്വന്തമായിട്ട് അതിന് റെസ്റ്റിൽ നിന്ന് മാറാൻ പറ്റൂല. നമ്മളിനി എന്ത് ചെയ്യണം? മാറണം എന്നുണ്ടെങ്കിൽ നിൽക്കുന്ന ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കണം. അവിടെ നിന്നാണ് അത് വരുന്നത് പറഞ്ഞത്. അപ്പോൾ ആദ്യം ബേസിക് റീസൺ ഇനേർഷ്യയാണ്. എല്ലാ ഒബ്ജക്റ്റിനും ഇനേർഷ്യ ഉണ്ട്. ഇനേർഷ്യ എന്താണ്? ഇനബിലിറ്റി ഓഫ് റെസ്റ്റ് എന്താണ്? ഇനബിലിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. റെസ്റ്റിന് മാറ്റം വരുത്താൻ കഴിവില്ലായ്മയാണ് നമ്മൾ എന്ത് പറയാ? ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. എക്സാമ്പിൾ എന്താണ്? നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചില എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ, നമുക്ക് എന്തിനും അത്ര സില്ലി ആയിട്ടൊരു പോയിന്റ് ആയി തോന്നും, പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കുക. ശ്രദ്ധിക്കുക. ഒരു മാവിൻ്റെ കൊമ്പ് കുലുക്കുമ്പോൾ മാങ്ങ ഉണ്ടായത് വീഴും. ഓക്കെ, അതായത് ഈ ബ്രാഞ്ച് നമ്മളിങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് എന്തുമേലാണ്? ബ്രാഞ്ചുമേലാണ്. അത് എന്ത് ചെയ്യും? ഫോഴ്സ് ഉണ്ട്, അത് മൂവ് ചെയ്യും. മാംഗോ അതിങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുക്കണ്ടോ? ഇല്ല. നമ്മൾ ഫോഴ്സ് കൊടുത്തോടെയാണ് കൊമ്പിലല്ലേ? ഓക്കെ, അത് മുന്നോട്ട് പോകും. പക്ഷേ മാംഗോ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, അതിന് നമ്മൾ ഫോഴ്സ് ഒന്നും കൊടുത്തില്ല. ഫോഴ്സ് കൊടുക്കാത്തൊരു സാധനം നമ്മൾ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ നിൽക്കും. മാങ്ങ റെസ്റ്റിൽ നിൽക്കുകയാണ്, ഇപ്പോൾ കൊമ്പ് അങ്ങോട്ട് പോകും, മാങ്ങ അവിടെ നിൽക്കും, പൊട്ടും, വീഴും. ഐഡിയ മനസ്സിലായോ? ഓക്കെ, ബസ്സിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്, പെട്ടെന്ന് വണ്ടി മുന്നോട്ടെടുത്തു. ഓക്കെ, നമ്മളെ കാല് എവിടെയുള്ളത്? ഫ്ലോറിലാണുള്ളത്, ബസ്സിൻ്റെ ഫ്ലോറിലാണുള്ളത്. കാലുമ്പോൾ ഫോഴ്സ് ഉണ്ട്, കാല് മുന്നോട്ട് പോകും. ബട്ട് ഈ ഇത്രയും പാർട്ട് ഫോഴ്സ്, ഡയറക്റ്റ് ഫോഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അതെന്ത് ചെയ്യും? ഇത് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കും. പ്രകൃതിയുടെ നിയമമാണ്, റെസ്റ്റിൽ നിൽക്കുന്നത് റെസ്റ്റിൽ തന്നെ. ഫോഴ്സ് കൊടുത്താലേ ഇനി മാറാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും ഭാഗം എന്ത് ചെയ്യും? ആ റെസ്റ്റിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കും, കാലം അങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വീഴും, ബാക്കിലേക്ക് വീഴാൻ ശ്രമിക്കും. മനസ്സിലായോ? ഇതേപോലെ റൈഡർ, ഒരു ഹോഴ്സ് റൈഡർ കുതിര പെട്ടെന്ന് മുന്നോട്ടെടുക്കുന്ന സമയത്ത് ബാക്കിലേക്ക് വീഴാൻ ശ്രമിക്കും. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. വേറെ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു ഗ്ലാസ് വിൻഡോ ഉണ്ട്, ഗ്ലാസ് വിൻഡോ. ഒരു ഗണ്ണായിട്ട് ഒരു ബുള്ളറ്റ് അതിലൂടെ തുളച്ചു പോയി, അവിടെ ചെറിയൊരു ഹോളാണ് ഉണ്ടാവുക. എന്നാൽ നമ്മളൊരു കല്ല് കൊണ്ട് നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാലോ ജനൽച്ചില്ലുകൾ മൊത്തം ഇങ്ങോട്ട് താഴെ വീഴും അല്ലേ? അത് എന്താ പറയുക, വീണു, ഒക്കെ പൊട്ടി പീസ് പീസായി. പക്ഷെ ഒരു ബുള്ളറ്റ് സ്ട്രൈക്ക് ചെയ്താൽ എന്താ ഉണ്ടാവുക? ചെറിയൊരു ഹോളേ ഉണ്ടാവുള്ളൂ. എന്താണ് കാരണം? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യും? ബുള്ളറ്റ് ഒരു ഹോളാണ് ഉണ്ടാക്കുന്നത്, ബട്ട് ഒരു കല്ല് നമ്മൾ എറിയുമ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, ഒരു കല്ലായിട്ട് എറിയുന്ന സമയത്ത് അത് ഒന്നിച്ച് പൊട്ടി വീണുണ്ട്. എന്താണ് കാരണം? ഇത്രയേ ഉള്ളൂ. ബുള്ളറ്റ് നമ്മൾ വളരെ ഫാസ്റ്റായിട്ടാണ് പോണത്. അപ്പോൾ അത് എവിടെയൊക്കെയാണ് ഹിറ്റ് ചെയ്തത് ആ സ്ഥലത്ത് മാത്രമേ അത് ഫോഴ്സ് കൊടുക്കണുള്ളൂ. അപ്പോൾ ആ ഹിറ്റ് ചെയ്ത ഭാഗം എന്ത് ചെയ്തു? ഫോഴ്സ് ഉണ്ട്, അത് മോഷനിലേക്ക് മാറി. റെസ്റ്റിലായിരുന്ന ഗ്ലാസ് എന്ത് ചെയ്തു? മോഷനിലേക്ക് മാറി. അപ്പോൾ അവിടെ ഒരു ഹോള് വീണു. ബാക്കിയുള്ള ഭാഗങ്ങൾ ഇത് അറിഞ്ഞിട്ടേ ഇല്ല. ഓക്കെ, അതിൽ ഫോഴ്സും ഇല്ല, മോഷനും ഇല്ല. ഫോഴ്സ് ഇല്ലെങ്കിൽ റെസ്റ്റ് ഒന്നും മാറൂല, മോഷനിലേക്ക് മാറിയില്ല. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണത്. ഇനി ഒരു കല്ലുകൊണ്ടൊക്കെ നമ്മൾ അറിയുമ്പോൾ അത് സ്ലോ പ്രോസസ്സാണ്. ആകുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഫോഴ്സ് സ്പ്രെഡ് ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഫോഴ്സ് കിട്ടിയ ആളുകളൊക്കെ മോഷനിലേക്ക് മാറി. അപ്പോൾ ഒന്നിച്ചത് ഉടഞ്ഞു. ഓക്കെ, അപ്പോൾ അത് പൊട്ടി ബ്രേക്കായി. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവും? ഫോഴ്സ് ഉണ്ടെങ്കിൽ റെസ്റ്റ് ഉള്ള സാധനം മോഷനിലേക്ക് മാറും. ഈ ഫോഴ്സ് ഇല്ലെങ്കിലോ റെസ്റ്റ് ഉള്ള റെസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യും. അതാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഓക്കെ അല്ലേ? അടുത്ത് നമ്മൾ ഇതിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു. എന്താണ്? ഇനബിലിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. എക്സാമ്പിൾ നമ്മൾ 4 പറഞ്ഞു. എക്സാമ്പിളാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഒരു 4 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, വേറൊക്കെ ചോദിച്ചാൽ നമുക്ക് കിട്ടണം, തിരിച്ചത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. വെൻ വി ഷേക്ക് ബ്രാഞ്ചസ് ഓഫ് മാംഗോ ട്രീ, മാംഗോസ് ഫോൾ ഡൗൺ. വെൻ
വെൻ horse start running, the rider falls backward. Okay, when bus moves suddenly forward, passengers move backward. ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഇനേർഷ്യ ഓഫ് മോഷൻ എന്തായിരിക്കും എന്ന് ഗസ് ചെയ്തേ. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണ്ടേ എന്താണ്, റെസ്റ്റിലിരിക്കുക, മോശമുള്ളത് മോശമിരിക്കുക. അപ്പോൾ ഇനേർഷ്യ ഓഫ് മോഷൻ എന്തായിരിക്കും, മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ ടെൻഡൻസി എന്താണ്, മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോഴ്സ് കൊടുക്കാതെ റെസ്റ്റിലേക്ക് മാറ്റാൻ പറ്റില്ല. അതായത് മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ടെൻഡൻസി, പ്രകൃതിയുടെ നിയമം എന്താണ്, മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കാനുള്ള ടെൻഡൻസിയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഫോഴ്സ് കൊടുത്താൽ അത് എന്തൊക്കെ മാറുള്ളൂ, റെസ്റ്റിലേക്ക് മാറുള്ളൂ. അപ്പോൾ ആ ടെൻഡൻസിയാണ് നമ്മൾ എന്താ പറയുക, ഇനേർഷ്യ ഓഫ് മോഷൻ. ക്ലിയർ അല്ലേ? വാട്ട് ഈസ് ഇനേർഷ്യ ഓഫ് മോഷൻ? ടെൻഡൻസി ഓഫ് ആൻ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇനബിലിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ, അല്ലെങ്കിൽ ടെൻഡൻസി ഓഫ് എ ബോഡി ടു കണ്ടിന്യൂ ഇൻ ഇറ്റ്സ് മോഷൻ, മോഷനിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ മോഷന് എന്താണ് റെസ്റ്റിലേക്ക് മാറാനുള്ള കഴിവില്ലായ്മ, അതിന് നമ്മൾ എന്താ പറയുക, ഇനേർഷ്യ ഓഫ് മോഷൻ. എക്സാമ്പിൾ പറഞ്ഞേ, നമ്മൾ ബസ്സിൻ്റെ തന്നെ കേസ് വരെ മൂവ് ചെയ്യാണ്, വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ് സഡൻ ബ്രേക്ക് കിട്ടും. എന്താ ഉണ്ടാവുക, നമ്മളെ കാല് ഫ്ലോറിലാണ്, അതുമ്പോൾ ഫോഴ്സ് ഉണ്ട്, അത് നിൽക്കുമ്പോൾ കാലും നിൽക്കും. ബട്ട് ഇത്രയും ഭാഗത്ത് എന്തില്ല, ഫോഴ്സ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, ഈ ഫോഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ മോശമുള്ള സാധനം മൂവ് ചെയ്യാൻ ശ്രമിക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് പോകും. മനസ്സിലായോ? ഓക്കെ. പിന്നെ വേറെ ഏതൊക്കെ കുറേ എക്സാമ്പിൾ, ഇതെല്ലാം നമ്മൾ റൈഡർ പറഞ്ഞു, നമ്മൾ ഹോഴ്സ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ റൈഡർ മുന്നിലേക്ക് വീഴാനുള്ള ടെൻഡൻസി ഉണ്ട് അല്ലേ. നമ്മൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടും, വണ്ടി പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഫ്രണ്ടിലേക്ക് പോകും. അപ്പോൾ ഡാഷ് ബോർഡ് നമ്മൾ ഇടിക്കും. അത് ഒഴിവാക്കാനാണ് നമ്മളിങ്ങനെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടുന്നത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏതാണ് ഇനേർഷ്യ ഓഫ് മോഷന് വേറൊരു എക്സാമ്പിൾ, അതായത് എന്താ പറയുക, അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ ഇത് പറഞ്ഞു, റൈഡർ പറഞ്ഞു, ഓക്കെ അല്ലേ, ഇത് കിട്ടില്ല. അപ്പോൾ മൂവ് ചെയ്യുന്ന സാധനത്തിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. അതിന് പെട്ടെന്ന് നമ്മൾ റെസ്റ്റിലേക്ക് മാറ്റാൻ പറ്റില്ല. റെസ്റ്റിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, ഫോഴ്സ് കൊടുക്കണം. ഇനി മാസ് കൂടുന്നതിനനുസരിച്ച് ഇനേർഷ്യ കൂടും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇനേർഷ്യകളൊക്കെ മാസ് കൂടിയാൽ കൂടും. അതുകൊണ്ട് മാസീവായിട്ടുള്ള സാധനത്തിന് നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കണം സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ നിൽക്കുന്ന റെസ്റ്റുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിനെ മോഷനിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫോഴ്സ് കൊടുക്കണം. മാസിനനുസരിച്ച് ഇനേർഷ്യ എന്ത് ചെയ്യും, കൂടും. നമ്മളത് ലാസ്റ്റ് പറയും. ഇനി ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്തായിരിക്കും, നിലവിലുള്ള ഡയറക്ഷനിൽ എന്ത് ചെയ്യാണ്, കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ മൂന്നാമത്തെ ഇനേർഷ്യയാണ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. അതായത് ഇനബിലിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ടു ചേഞ്ച് ഇറ്റ്സ് ഡയറക്ഷൻ ഇറ്റ് സെൽഫ്. സ്വന്തമായിട്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ പറ്റില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് കൊടുക്കണം. ഡയറക്ഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഏതാണ്, സെൻട്രിപെറ്റൽ ഫോഴ്സാണ്. ഓർക്കണില്ലേ, സെൻട്രിപെറ്റൽ ഫോഴ്സാണ്. ഡയറക്ഷൻ ഇങ്ങനെ ഒരു കറങ്ങുന്ന ഒരു ഒബ്ജക്റ്റ് നോക്കിയൊരു ഒബ്ജക്റ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിന് കറങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മാറ്റി കൊടുക്കണം, നല്ല കറങ്ങുള്ളൂ. കറങ്ങുന്ന സമയത്ത് ഓരോ ഭാഗത്തേക്കാണ് നമ്മൾ ഫേസ് ചെയ്യുക. അപ്പം ഞാൻ നോക്കിയേ അങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്, ഇനി ഇങ്ങനെ കറങ്ങുമ്പോൾ ഞാൻ അങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ കറങ്ങുമ്പോൾ ഡയറക്ഷൻ ഇങ്ങനെ മാറുന്നുണ്ട്. അപ്പോൾ ഡയറക്ഷൻ മാറ്റി കൊടുക്കണമെങ്കിൽ എന്ത് വേണം, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് മസ്റ്റാണ്. ഇനേർഷ്യ കാരണം ഓരോ ഡയറക്ഷനിലും മൂവ് ചെയ്യാനാണ് അതിലങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാണ് ടെൻഡൻസി. എന്ന് വെച്ചാൽ ഇങ്ങനെ കറങ്ങുന്ന ഒരു ഒബ്ജക്റ്റ് അങ്ങോട്ട് പോകാനാണ് ടെൻഡൻസി, ഇങ്ങനെ കറങ്ങാൻ അതിന് പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പുറത്തുനിന്നൊരു ഫോഴ്സ് കൊടുക്കണം. നമ്മൾ ഈ ചാപ്റ്ററിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്സ് ആണ്, പ്രകൃതിയുടെ നിയമമാണത്. ഓക്കെ. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ഒബ്ജക്റ്റ് എന്തെങ്കിലും ഇങ്ങോട്ട് ഫേസ് ചെയ്ത ഒബ്ജക്റ്റ് അങ്ങനെ തന്നെ പോകാനാണ് ടെൻഡൻസി. നമ്മൾ ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുത്തിട്ട് അതിൻ്റെ ഡയറക്ഷൻ മാറ്റി കൊടുത്തോണം. ഫോഴ്സ് ഇല്ല, ആ പോണ പോക്ക് അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ഒരു ടയറുമ്പോൾ മഡുണ്ട്, ചളിയുണ്ട്, വണ്ടി ഇങ്ങനെ കറങ്ങുന്ന ടയർ തിരിയുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ ടാൻജൻഷ്യലായിട്ട് എന്ത് ചെയ്യും, തെറിച്ചു പോകും. ഇനി ഫോഴ്സ് ഉണ്ടെങ്കിലോ അതിൻ്റെ കൂടെ കറങ്ങുമായിരുന്നു. ഫോഴ്സ് അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് തെറിച്ചു പോയത്. നമ്മൾ വെള്ളമൊക്കെ എന്താണ് അലക്കണതില്ലേ ഡ്രയറിൽ, നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അല്ലേ, നനഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതിലിട്ട് തിരിക്കാൻ ചെയ്യുക, സ്പിൻ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് വെള്ളമൊക്കെ തെറിച്ചു പോകും. കാരണം എന്താ, അതിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇല്ല, എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. അപ്പോൾ വെള്ളത്തിൻ്റെ കറങ്ങണ ഒരു ഇതിൽ അതിന് ഡയറക്ഷൻ മാറാൻ പറ്റാതെ എന്ത് ചെയ്യാണ്, നിലവിലുള്ള ഡയറക്ഷനിൽ തെറിച്ചു പോവാണ്, ടാൻജൻഷ്യലായിട്ട് എന്ത് ചെയ്യാണ്, തെറിച്ചു പോവാണ്. ഓക്കെ അല്ലേ. പിന്നെ നമ്മൾ സ്പാർക്ക് കാണാം, നമ്മൾ ഈ കത്തിയൊക്കെ ഇങ്ങനെ നമ്മളെന്ത് ഷാർപ്പ് ചെയ്യുന്ന സമയത്ത് അതിന് സ്പാർക്കൊക്കെ ഇങ്ങനെ പോവുക, ടാൻജൻഷ്യലായിട്ടാണ് തെറിച്ചു പോവുക. നമ്മൾ വണ്ടിയിലൊക്കെ ബസ്സിലൊക്കെ പോകുമ്പോൾ സഡൻ ടേൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ആവും ഇല്ലേ, നമ്മൾ പുറത്തേക്ക് തെറിച്ചു. നമ്മളിങ്ങനെ ഫോഴ്സ് കൊടുത്തിട്ടാണ് ആ ബസ്സിൻ്റെ കൂടെ ഡയറക്ഷനിൽ ബസ്സിൻ്റെ കൂടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് പോണ്. ഒരു വളവ് തിരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാണ് അല്ലേ. ഒരു കർവ്ഡ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ആ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോഴ്സ് കൊടുത്തിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. വിട്ടോ നമ്മളിപ്പോൾ പുറത്തേക്ക് തെറിച്ചു പോകും ചില കേസിലൊക്കെ ഇല്ലേ. അപ്പോൾ അത് റെഡിയല്ല. അപ്പോൾ ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞു, എക്സാമ്പിളും പറഞ്ഞു. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മാസ് ഈസ് ദ മെഷർ ഓഫ് ഇനേർഷ്യ.
എന്താ അങ്ങനെ പറഞ്ഞാൽ മാസ് ഈസ് ദ മെഷർ ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ മാസ് കൂടിയാൽ ഇനേർഷ്യ കൂടും. ഈ ഇനേർഷ്യ എന്നുള്ളൊരു പ്രോപ്പർട്ടി എല്ലാ ഒബ്ജക്റ്റിനും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇക്വേഷനിലൊക്കെ എം വരുന്നത്, മാസ് വരുന്നത്. മാസ് കൂടിയാൽ ഇനേർഷ്യ കൂടും. ഇനേർഷ്യ കൂടുക എന്ന് പറഞ്ഞാൽ അതിന് റെസ്റ്റ് നിൽക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്, മോഷനിൽ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ അതിനെ തിരിച്ച് റെസ്റ്റ് ഉള്ളതിനെ മോഷനിലേക്കും മോശം ഉള്ളതിനെ റെസ്റ്റിലേക്കും മാറ്റണമെന്നുണ്ടെങ്കിൽ നല്ല ഫോഴ്സ് കൊടുക്കണം. ഇനേർഷ്യ കൂടിയതിന് മാറ്റം വരുത്തണമെങ്കിൽ നല്ല ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ നമ്മൾ നോക്കുക, ആന നമ്മൾ പിന്നാലെ ഓടിയാൽ നമ്മളെങ്ങനെ ഓടുക എന്നാണ് പറഞ്ഞത്? സിഗ്സാഗിലാണ് ഓടുക. സിഗ്സാഗിൽ എന്താ കാരണം? ആന മാസീവാണ്, അതിന് ഇനേർഷ്യ കൂടുതലാണ്, അതിന് ഇനേർഷ്യ ഓഫ് ഡയറക്ഷനൊക്കെ കൂടുതലാണ്. മാസ് കൂടുമ്പോൾ ഇനേർഷ്യ കൂടും, അതിന് പെട്ടെന്ന് ചേഞ്ച് വരുത്താൻ പറ്റില്ല. അതിന് ചേഞ്ച് വരുത്തണമെങ്കിൽ കുറേ ഫോഴ്സ് വേണം, പെട്ടെന്ന് ചേഞ്ച് വരുത്താൻ പറ്റില്ല. എന്നാലോ മാസ് കുറഞ്ഞാൽ നമുക്ക് പിന്നെയും വെട്ടിയിട്ട് ഇങ്ങനെ വെട്ടി ഓടാം. പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? അപ്പോൾ മാസ് ഈസ് ദ മെഷർ ഓഫ് ഇനേർഷ്യ. മാസ് ഈസ് ദ മെഷർ ഓഫ് ഇനേർഷ്യ. അപ്പോൾ നമ്മൾ എഫ് ഈസ് ഈക്വൽ ടു എം എ നമ്മൾ ഇനി പറയും. ഇതാരാണ്? ഇനേർഷ്യനെ റെപ്രസെൻ്റ് ചെയ്ത് വന്നതാണ്. ഇനേർഷ്യ കൂടിയുള്ള ഒബ്ജക്റ്റ് ആണ്. ഈ മാസ് കൂടിയാണെങ്കിൽ ഇനേർഷ്യ കൂടുതലായിരിക്കും, കൂടുതൽ ഫോഴ്സ് വേണം അതിന് ആക്സലേഷൻ കൊടുക്കുകയാണെങ്കിൽ. ഓക്കെ, അടുത്ത ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ. എന്താണ് ഫസ്റ്റ് ലോ? ശരിക്കും ഇതിന് നമ്മൾ ലോ ഓഫ് ഇനേർഷ്യ എന്നും പറയട്ടാ. ആ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയും. ഇങ്ങനെ വിളിക്കാനുള്ളൊരു കാരണം ഞാനിപ്പോൾ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്? നോക്കിയേ, നമ്മൾ ഇനേർഷ്യ എന്നാണ് ഈ ലോ വരുന്നത്. ഇപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് എല്ലാ ഒബ്ജക്റ്റിനും ടെൻഡൻസിയാണ്. എന്താണ്? റെസ്റ്റിൽ നിൽക്കാനും മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോഴ്സ് കൊടുക്കണം. അതാണ് ഈ ഫസ്റ്റ് ലോയിൽ പറഞ്ഞത്. ഇതുവരെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഈ ഫസ്റ്റ് ലോയിൽ പറഞ്ഞത്. എ ബോഡി കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. എ ബോഡി കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അണ്ടിൽ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ്. അതിമൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ ഓരോ ഒബ്ജക്റ്റും അതിൻ്റെ നിലവിൽ ഏത് സ്റ്റേറ്റിലാണോ അതിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞ തന്നെ. എന്താ പറഞ്ഞത്? എ ബോഡി കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഉള്ള ഒബ്ജക്റ്റ് ആണ്, അതിൽ കണ്ടിന്യൂ ചെയ്യും. ഓർ യൂണിഫോം മോഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലെന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. അണ്ടിൽ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ്. അതേമാതിരി ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ എന്നാണ് പറഞ്ഞത്. ഫോഴ്സ് ആക്ട് ചെയ്താലോ ഇതിന് മാറ്റം വരും. അപ്പോൾ ഇതിന് മാറ്റം വരുത്തണമെങ്കിൽ എന്ത് കൊടുക്കണം? ഫോഴ്സ് കൊടുക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു പന്ത് ഇങ്ങനെ ഉരുണ്ട് വരുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവും. എന്താ കാരണം? ശരിക്കും മോശം ഉള്ളത് കണ്ടിന്യൂ ചെയ്യണ്ടേ? മോശം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണ്ടേ? പക്ഷെ അത് അറ്റല്ലാതെ അങ്ങനെ പോകുന്നുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ശരിക്കും നമ്മളെന്താണ്, ഉരുണ്ട് വരുന്ന പന്തിൽ ഫോഴ്സ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അത് അങ്ങനെ പോകുമായിരുന്നു. പക്ഷെ അവിടെ ഫോഴ്സ് ഉണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് അത് സ്റ്റോപ്പ് ആവണത്. ഫ്രിക്ഷൻ ഇല്ലാത്തൊരു സ്ഥലത്തൊരു ബോൾ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ലോ കറക്റ്റാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ അത് അങ്ങനെ കാണാതിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഗലീലിയോ അരിസ്റ്റോട്ടലിന് പറ്റിയൊരു സംഭവം ഫ്രിക്ഷൻ കൺസിഡർ ചെയ്തില്ല എന്നുള്ളതാണ്. ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ആണ് ഇതൊക്കെ മാറുന്നത്. ശരിക്കും ഇല്ലെങ്കിൽ നമ്മൾ ഈ ലോ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. നമുക്ക് എന്തുകൊണ്ട് ഫസ്റ്റ് ലോ കാണാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫോഴ്സും കൊടുക്കണില്ല, പക്ഷെ ഉരുണ്ട് വരുന്ന ഒരു പന്ത് കുറച്ച് കഴിഞ്ഞ് മോശമുള്ളൊരു ഒബ്ജക്റ്റ് നമ്മളൊന്നും ചെയ്യാതെ സ്റ്റോപ്പായി. ആക്ച്വലി നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഫോഴ്സ് ഉണ്ടെങ്കിൽ എന്താവും? മോശമുള്ളത് റെസ്റ്റിലേക്ക് മാറും. ശരിയല്ലേ? ഐഡിയ പറഞ്ഞ് മനസ്സിലായില്ല? അപ്പോൾ എന്താണ് ഫസ്റ്റ് ലോ? എ ബോഡി കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അണ്ടിൽ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ്. അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എഴുതി വെക്കുക. പിന്നെ നമ്മൾ നോട്ട്സ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അടുത്തത്, എ ബോഡി ഡു നോട്ട് റിമെമ്പർ ഫോഴ്സ്. എന്താണ് ഈ പോയിന്റ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ ആളുകൾക്ക് മെക്കാനിക്സിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരുന്നൊരു സംഭവമാണിത്. ഒരു ഒബ്ജക്റ്റും ഫോഴ്സ് റിമെമ്പർ ചെയ്യണില്ല. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാനൊരു കല്ല് എറിയുന്നു, നമ്മൾ സാധാരണ ഡെയിലി ലൈഫ് നല്ല ഫോഴ്സിൽ എറിയാന്നൊക്കെ പറയും. ഓക്കെ, നമ്മൾ അതിന് വെലോസിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ എറിഞ്ഞ ഫോഴ്സിൻ്റെ ഒരു സംഭവമേ അവിടെ ഇല്ല. പിന്നെ അതിമുള്ളത് ഓൺലി ഗ്രാവിറ്റി മാത്രമാണ്. എന്താണ് ഞാൻ പറഞ്ഞത്? ഒരു കല്ലിങ്ങനെ എറിയുന്നു, ഇവിടുത്തെ ഫോഴ്സ് എത്ര? നമ്മൾ ഇവിടുന്ന് ഒരാൾ എറിഞ്ഞു, ആ ഫോഴ്സിനെ പറ്റി ഇനി നമ്മൾ എന്തില്ല, സംസാരേ ഇല്ല. ഇതിന് ഒറ്റ ഫോഴ്സ് ഉള്ളു, അതേതാണ്? FG, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണ്. ഈ ഫോഴ്സ് ഒന്നും ഇതിമില്ല. ഇപ്പം ഇതിമൊരു ഫോഴ്സ് ഉണ്ട്, ഗ്രാവിറ്റി ഉണ്ട്, ഗ്രാവിറ്റി ആക്ട് ഉണ്ട്. നമ്മൾ എറിഞ്ഞ ഫോഴ്സ് അങ്ങനെ സംഭവം ഇല്ല. നമ്മൾ ആക്സിലറേറ്റ് ചെയ്യണ ഒരു വെഹിക്കിളുമ്പോൾ നമ്മളിങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വണ്ടിക്ക് ആക്സിലേഷൻ ഉണ്ട്, നമുക്കും ആക്സിലേഷൻ ഉണ്ട്. നമ്മൾ കൈ വിട്ടു. അപ്പോൾ നമ്മുടെ ബോഡി ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ ഗ്രാവിറ്റി ഉണ്ടാവും. ഇനി ഗ്രാവിറ്റി ഒന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിലോ നമ്മുടെ ബോഡിയിൽ ഒരു ഫോഴ്സും ഇല്ല.
ഫോഴ്സ് ഒരിക്കലും റിമെമ്പർ ചെയ്യണില്ല എന്ന് പറഞ്ഞ അർത്ഥമാണ്. പിന്നെ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. കോണ്ടാക്ട് ഇല്ലെങ്കിൽ കോണ്ടാക്ട് ഫോഴ്സ് ഇല്ലല്ലോ. ആ ഫോഴ്സ് നമ്മൾ എറിയാന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ് ഇങ്ങനെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അപ്പോൾ ഇത് നമ്മളെ കയ്യിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ കോണ്ടാക്ട് ഇല്ല, കോണ്ടാക്ട് ഫോഴ്സും ഇല്ല. ഇതൊക്കെ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഗ്രാവിറ്റി ഒക്കെ അതിൻ്റെ അടിയിൽ കയറോ കൊക്കയോ കുളത്തോ ഒന്നും വേണ്ട. അതുകൊണ്ട് തന്നെ അതെന്താണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. എത്ര ആൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി? ഇപ്പോൾ ഒരു NCERT തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സ്പേസ് ക്രാഫ്റ്റ് ഇത്ര ആക്സലേഷനിൽ പോകുന്നു, അതിന് ഒരാൾ ചാടി പുറത്തേക്ക് ചാടി, ഓക്കെ, അയാൾക്ക് അയാളെ ബോഡിയിൽ എത്ര ഫോഴ്സ് ഉണ്ടാവും? ഒരിക്കലും ആ സ്പേസ് ക്രാഫ്റ്റിൻ്റെ ആക്സലേഷൻ ഉണ്ടായിക്കോട്ടെ, അതിമന്ന് ഫോഴ്സ് ഉണ്ടായിക്കോട്ടെ, അതിമന്ന് കണക്ഷൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫോഴ്സ് ഇല്ല. ഓക്കെ, പിന്നെ അയാൾ ഗ്രാവിറ്റി ഉള്ള സ്ഥലത്താണെങ്കിൽ ഗ്രാവിറ്റി ഉണ്ടാവും, ഗ്രാവിറ്റി ഇല്ലാത്ത സ്ഥലത്താണെങ്കിലോ ഒരു ഫോഴ്സും ഇല്ല. അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റൈൽ മോഷനിലൊക്കെ നമ്മൾ കല്ലെറിയുന്ന നമ്മൾ വെലോസിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ കാണുന്നുള്ളൂ. അവിടെ ഒന്നും ഫോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ കാണില്ല. പിന്നെ അതിനുള്ള ഒരേ ഒരു ഫോഴ്സ് നമ്മൾ പറഞ്ഞത് ഓൺലി ഗ്രാവിറ്റിയാണ്. അപ്പോൾ നമ്മൾ കല്ലെറിയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഒന്നും അവിടെ വരണേ ഇല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഓൺലി വെലോസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എ ബോഡി ഡു നോട്ട് റിമെമ്പർ ഫോഴ്സ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി അടുത്ത ഓരോ സെക്ഷൻ എടുത്താലേ നമുക്ക് അതിനുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും ഐഡിയകളൊക്കെ മനസ്സിലായാലേ മെക്കാനിക്സ് മനസ്സിലാവുള്ളൂ. വെറും ഫോർമുലകൾ ഓർത്ത് വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചില അസർഷൻ റീസൺസ് ക്വസ്റ്റ്യൻസ്, അതേപോലെ കുറച്ച് ടഫായിട്ടുള്ള പ്രോബ്ലംസിൻ്റെ കൺസെപ്റ്റൊക്കെ കത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഐഡിയകൾ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. ഓക്കെ അല്ലേ? പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് ലോ അതുപോലെ ഇമ്പൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കും. റെഡി അല്ലേ?